ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാനേജ്മെൻറ്റ് സയൻസിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള LPP ആണ്. ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ്ലി തിയറിയാണ്. സെക്കൻഡ് ചാപ്റ്റർ ലീനിയർ പ്രോഗ്രാമിംഗ് ആണ്. ഇതിൽ കുറച്ച് ബേസിക് കോൺസെപ്റ്റുകൾ, അതുപോലെ തന്നെ ഈ ഒരു LPP എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും, ആൻഡ് ലാസ്റ്റ് ടോപ്പിക് ഗ്രാഫിക് മെത്തേഡ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട് എങ്ങനെ ഒരു LPP സൊല്യൂഷൻ കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് വർഷം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഗ്രാഫിക്കൽ മെത്തേഡ് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ എന്താ പറയുക, എക്സാം പാസ്സാവോ അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു പേപ്പറാണ്, എനിക്കൊന്നും അറിയില്ല, ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെയൊക്കെയാണ് പോകുന്നതെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. കാരണം വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചെറിയൊരു പ്രോബ്ലമാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. 2 ഇക്വേഷൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. ആ ഇക്വേഷൻസ് സോൾവ് ചെയ്തുകൊണ്ട് ഒരു ഗ്രാഫ് വരയ്ക്കാനും ആ ഗ്രാഫിൽ ഒരു ഫീസിബിൾ റീജിയൻ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൽ പോയിൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും ആ പോയിൻറ്റ്സിലെ സൊല്യൂഷൻ കണ്ടെത്താനും മാത്രമേ ഉള്ളൂ ഗ്രാഫിക്കൽ മെത്തേഡിൽ നമുക്ക് ചെയ്യാനുള്ളൂ. വളരെ ഈസി ആയിട്ട് ഒരൊറ്റ ടൈപ്പ് പഠിച്ചാൽ തന്നെ നമുക്ക് അതേ ടൈപ്പിലുള്ള പ്രോബ്ലംസ് തന്നെയാണ് കൂടുതലും വരിക. സോ നിങ്ങൾ ഒരു ലാസ്റ്റ് മിനിറ്റ് എങ്ങനെയെങ്കിലും പാസ്സായാൽ മതി എന്നുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യാൻ പാടില്ലാത്തൊരു ചാപ്റ്ററാണ് LPP. നമുക്ക് ഇതിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ പോവാം. നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻ തന്നെ ആദ്യം ഡിസ്കസ് ചെയ്യാം. നമ്മൾ സൊല്യൂഷൻ LPPയിൽ ഗ്രാഫിക്കൽ മെത്തേഡിലേക്കാണ് പോകാൻ പോകുന്നത്. നമുക്ക് ഇതല്ല പ്രോബ്ലം. നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. ഒരു ഗ്രാഫ് എങ്ങനെ വരയ്ക്കും, ഒരു ഗ്രാഫിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്സിസുകൾ, ഇതൊക്കെ നമ്മൾ പഠിക്കണം. നമുക്കറിയാം, നമ്മളിങ്ങനെ ഗ്രാഫ് വരയ്ക്കുമ്പം ഇത് X ആക്സിസും ഇത് Y ആക്സിസും ആണ്. ഇത് ഒറിജിൻ പോയിൻ്റ് ആണ്, 0 ആണ് ഇവിടുത്തെ വാല്യൂ വരിക. ഇനി ഇവിടെ ഇങ്ങോട്ടേക്ക് നമുക്ക് വേണ്ട വാല്യൂസ് കൊടുക്കും, Y ആക്സിസിലും നമുക്ക് വേണ്ട വാല്യൂസ് കൊടുക്കും. ഒരു ഗ്രാഫ് x is equal to 3 എന്ന് പറഞ്ഞാൽ X ആക്സിസിൽ ഈ ഒരു 3 എന്നുള്ള പോയിന്റിലാണ് ഈ ഗ്രാഫ് വരിക. അത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇതിൻ്റെ X വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്, Y വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ 0 പോയിന്റിൽ Xൽ 3 വെച്ചിട്ട് വേണം ഈ ഗ്രാഫ് നമ്മൾ വരയ്ക്കാൻ. ഇതേപോലെ Y is equal to 5 എന്ന് പറയുമ്പം Y ആക്സിസിൽ 5 വാല്യൂവും X ആക്സിസിൽ 0യും ആയിരിക്കും ഈ ഗ്രാഫിൻ്റെ പോയിന്റ്. അങ്ങനെയാണ് ഈ ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്നത്. ഇതൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എസ്സേ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിൻ്റെ മുൻപ്. ഇനി നമ്മൾ ഈ ഒരു രീതിയിൽ X പ്ലസ് Y is equal to 5 എന്നൊരു ഗ്രാഫാണ് വരയ്ക്കുന്നതെങ്കിൽ, അതായത് Xൻ്റെ വാല്യൂവും X is equal to 5 ആണ്, Y is equal to 5 ആണ്. ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക? X ആക്സിസിൽ 5 എന്നുള്ള പോയിന്റ്, അതുപോലെ തന്നെ Y ആക്സിസിൽ 5 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യുക. അത് തമ്മിൽ കൂട്ടി വരയ്ക്കുന്നതായിരിക്കും X പ്ലസ് Y is equal to 5 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ്. ഇതേ രീതിയിൽ 3X പ്ലസ് 4Y is equal to 12. ഇത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? ഇത് നമ്മൾ സോൾവ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ഇക്വേഷനാണ്. ഈ ഇക്വേഷനിൽ നമ്മളൊരു എക്സിനൊരു വാല്യൂവും വൈനൊരു വാല്യൂവും കണ്ടെത്തിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഗ്രാഫ് വരയ്ക്കാൻ. ഇത് തന്നെയാണ് നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിലേക്ക് പ്രോബ്ലം പോകുമ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. ബേസാണ്, ഇത് പഠിച്ചാലേ നമുക്ക് മുന്നോട്ടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3x പ്ലസ് 4y ഇസ് ഈക്വൽ ടു 12 എന്നാണ്. നമുക്ക് ഇതിനകത്തുനിന്ന് എക്സിനൊരു വാല്യൂ ഉണ്ടാക്കണം, അതുപോലെ തന്നെ വൈക്കും ഒരു വാല്യൂ ഉണ്ടാക്കണം. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, എക്സിന് 0 കൊടുക്കുക, x ഇസ് ഈക്വൽ ടു 0 കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വൈൻ്റെ വാല്യൂ കണ്ടെത്തുക. അപ്പോൾ എങ്ങനെ വരും? 3 ഇൻറ്റു 0 പ്ലസ് 4y ഇസ് ഈക്വൽ ടു 12. ദാറ്റ് മീൻസ് 3 ഇൻറ്റു 0 കംപ്ലീറ്റ്ലി 0 ആയി പോകും. സോ 4y ഇസ് ഈക്വൽ ടു 12 എന്ന് വരും. y ഇസ് ഈക്വൽ ടു 12/4 വിച്ച് ഇസ് ഈക്വൽ ടു 3 എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ പോയിന്റ്സ് നമുക്ക് കിട്ടി. എക്സിന് 0 വാല്യൂ, അതുപോലെ തന്നെ വൈക്ക് 3 വാല്യൂ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ 2 പോയിന്റുകൾ. നമുക്ക് ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ നമുക്കറിയാം, ഒരു ഇക്വേഷന് ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ നമുക്ക് 2 പോയിന്റ് വേണം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇത് കിട്ടി. ഇനി നമുക്ക് ഇതിൽ തന്നെ നേരെ തിരിച്ചിട്ട്, ഇപ്പോൾ നമ്മൾ എക്സിന് 0 കൊടുത്തതിന് പകരം എന്ത് ചെയ്യുക, വൈക്ക് നമ്മൾ എന്ത് ചെയ്യുക, 0 കൊടുക്കുക. വൈക്ക് 0 കൊടുക്കുമ്പോൾ എങ്ങനെയാണ് വരിക? 3x പ്ലസ് 4 ഇൻറ്റു 0 ഇസ് ഈക്വൽ ടു 12 എന്ന് വരും. ഓക്കെ, 3x പ്ലസ് 4 ഇൻറ്റു 0 is equal to 12. ദാറ്റ് മീൻസ് 3x is equal to 12 എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താവും? 12/3 എന്ന് വരും, വിച്ച് ഈസ് 4 വരും. സോ വൈക്ക് 0 കൊടുക്കുമ്പം എക്സിൻ്റെ വാല്യൂ 4 എന്ന് വരും.
ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും വാല്യൂ കിട്ടി. എക്സിൻ്റെ വാല്യൂ 4 എന്നും കിട്ടി, വൈൻ്റെ വാല്യൂ 3 എന്നും കിട്ടി. ഇത് വെച്ച് ഗ്രാഫ് വരയ്ക്കാൻ നമുക്ക് ഒരു ഡിഫിക്കൽട്ടിയും ഇല്ലല്ലോ. ഞാൻ വളരെ റഫായിട്ടൊരു ഗ്രാഫ് ഇവിടെ വരയ്ക്കുകയാണ്. ഇങ്ങനെ എക്സ് ആക്സിസും വൈ ആക്സിസും കൊടുക്കുക. ഇതാണ് എക്സ്, ഇതാണ് വൈ. ഇതൊക്കെ ബേസിക്കാണ്, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. 0 1 2 3 4 1 2 3 4 ഈ രീതിയിൽ നമ്മൾ വാല്യൂസ് കൊടുത്തു. നമുക്കറിയാം എക്സിൻ്റെ വാല്യൂ 4 ആണ്. സോ എക്സ് ആക്സിസിൽ നമ്മൾ 4ൽ ഒരു മാർക്ക് കൊടുക്കുക. വൈൻ്റെ വാല്യൂ പറയുന്നത് 3 ആണ്. സോ വൈ ആക്സിസിൽ 3ക്കും ഒരു പോയിൻ്റ് കൊടുക്കുക. ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ജോയിൻ ചെയ്യുക. ഇതാണ് നമ്മുടെ എന്ത് 3x + 4y = 12 എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ്റെ ഗ്രാഫ്. ഇതേ രീതിയിൽ തന്നെയാണല്ലോ നമ്മൾ ഇവിടെയും ചെയ്തിട്ടുള്ളത്. നോക്കൂ, 3x + 4y = 12 എന്നുള്ളതിൻ്റെ ഗ്രാഫാണിത്. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ സോൾവ് ചെയ്തതാണ് സൈഡിൽ കാണുന്നത്. ഈ ഒരു 3x + 4y = 12 എന്നൊരൊറ്റ പോയിന്റ് തന്നാൽ അതിൽ നിന്ന് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മുടെ ഗ്രാഫിൽ അത് റെപ്രസെൻറ്റ് ചെയ്യുക. ഇതാണ് നമുക്ക് ഈ ഒരു ഗ്രാഫിക്കൽ മെത്തേഡിൽ ഫസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഈ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ടേക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്? പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ നോക്കുക. നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. സോൾവ് ദ ഫോളോയിങ് LPP, മാക്സിമൈസ് Z = x1 + 3x2. ഈ ഒരു LPP ആണ് നമ്മൾ ലാസ്റ്റ് സൊല്യൂഷൻസ് കണ്ടെത്തേണ്ടത്. ഇതിനെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. 2x + 1 + x2 <= 20, x1 + 2x2 <= 20, x1 ≥ 0, x2 ≥ 0. ഈ ഒരു കൺസ്ട്രെയിൻ നമ്മൾ വലിയ രീതിക്ക് മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പം കണ്ടെത്തിയതുപോലെ ഓരോ ഇക്വേഷൻ എടുത്തിട്ടും ഇതിന് 2 പോയിൻറ്റ്സ് കണ്ടെത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഗ്രാഫ് വരയ്ക്കണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് ഇക്വേഷൻ 2x1 + x2 = 20 ആണ്. ഈ ഇക്വേഷൻ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? നമ്മൾ നേരത്തെ പഠിച്ച രീതിയിൽ തന്നെ സോൾവ് ചെയ്യാം. നോക്കൂ, 2x1 + x2 = 20. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യം നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ. സോ നമ്മൾ ഫസ്റ്റ് ഇതിനകത്ത് x1ന് എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു കൺസ്ട്രെയിന് നമ്മൾ 0 കൊടുക്കുക. x1ന് 0 കൊടുക്കുമ്പോൾ എന്താവും? 2 × 0 + x2 = 20 എന്നാവും. സോ ഈ ഒരു പാർട്ടേ 0 ആയി പോവും. സോ x2 = 20 എന്ന് വാല്യൂ നമുക്ക് കിട്ടും. x2 = 20 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പോയിന്റ് കിട്ടിയല്ലോ, 20 എന്ന പോയിന്റ് കിട്ടി. അതായത് x1 0, x2 20 കിട്ടി. ഇനി നമ്മൾ നേരെ തിരിച്ച് ചെയ്യുക. അതായത് x2ന് 0 കൊടുക്കുക. x2ന് 0 കൊടുക്കുമ്പോൾ എങ്ങനെ വരും? 2x1 + 0 = 20, which means 2x1 = 20, x1 = 20/2, which means 10. സോ x2ന് 0 കൊടുക്കുമ്പം x1ൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 10 കിട്ടി. സോ നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള 2 പോയിൻറ്റ്സും കിട്ടിയല്ലോ. അതായത് ഫസ്റ്റ് പോയിന്റ് പറയുന്നത് 0 20, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 10 0. അതായത് x1 0, x2 20. രണ്ടാമത്തേലേക്ക് x1 10, x2 0. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റത്തതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നത്. അതായത് 2x1 + x2 = 20 എന്നുള്ളതാണ് ഈ ഒരു ഗ്രാഫായിട്ട് കാണുന്നത്. ഇത് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? നമുക്ക് 2 പോയിൻറ്റ്സ് അറിയാം, 0 20, അതുപോലെ തന്നെ 10 0. ഓക്കെ അല്ലേ? എക്സ് ആക്സിസിൽ 0 വരുമ്പം വൈ ആക്സിസിൽ 20 വരും. അതാണ് ഈ ഫസ്റ്റ് പോയിന്റ്. അത് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഈ ആക്സിസിൽ അതായത് x1ൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 10 കിട്ടി. ആ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. ഇതിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതാണ് നമ്മുടെ എന്ത്? ഫസ്റ്റത്തെ ഗ്രാഫ്. 2x1 + x2 = 20 എന്നുള്ളതിൻ്റെ ലൈനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്യണം. കാരണം നമുക്ക് 2 ഇക്വേഷൻസ് സബ്ജക്റ്റ് മാറ്റർ ആയിട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 ഇക്വേഷനും സോൾവ് ചെയ്യണമല്ലോ. ഒരു ഇക്വേഷനെ സോൾവ് ചെയ്തിട്ടുള്ള ലൈനാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ഇങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ വളരെ ഈസിയാണ്. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് x1 + 2x2 = 20 ആണ്.
ഇതിനെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? x1 നമ്മൾ എന്ത് കൊടുക്കും? ആദ്യം 0 കൊടുക്കും. അപ്പോൾ എന്ത് വരും? 2x2 is equal to 20, x2 is equal to 20/2 which is 10 കിട്ടും. അപ്പോൾ x2ൻ്റെ വാല്യൂ 10 കിട്ടി. ഇനി നമുക്ക് x1ൻ്റെ വാല്യൂ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? x2ന് 0 കൊടുത്ത് നോക്കുക. x1 plus 2 into 0 is equal to 20 which means x1 is equal to 20. അപ്പോൾ നമുക്ക് ഇതിലും പോയിന്റ് കിട്ടി. എക്സിൻ്റെ വാല്യൂ 20 എന്നും കിട്ടി, വൈൻ്റെ വാല്യൂ എന്തും കിട്ടി, വൈൻ്റെ വാല്യൂ 10 എന്നും കിട്ടി. അപ്പോൾ നമുക്ക് ഇതിലും 2 പോയിൻറ്റ്സ് കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് x1 plus 2x2 is equal to 20 എന്നുള്ള ലൈനാണ് ഇനി വരയ്ക്കേണ്ടത്. അതായത് നമുക്ക് 2 പോയിൻ്റ് അറിയാം. എക്സ് ആക്സിസിൽ 20 ആണ്, വൈ ആക്സിസിൽ 10 ആണ്. അതാണ് നമ്മളിവിടെ രണ്ടാമത്തതായിട്ട് വരച്ചിട്ടുള്ളത്. എക്സ് ആക്സിസിൽ 20, വൈ ആക്സിസിൽ 10. ഈ 2 ഗ്രാഫുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു പോയിൻ്റ് നമുക്ക് കിട്ടും. അതാണ് എന്ത്? സി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇപ്പം നമുക്ക് 2 ഗ്രാഫുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നൊരു പോയിൻ്റ് ഉണ്ട്, അതാണ് സി. ഈ 2 ഗ്രാഫുകൾക്ക് താഴേക്ക് വരുന്ന ഏരിയ, അതായത് ഈ 2 ഗ്രാഫുകൾ കൂട്ടിമുട്ടുന്നതിൻ്റെ താഴേക്ക് വരുന്ന ഏരിയ, അതാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഏരിയ. ഈ ഒരു ഡോട്ട് ഇട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഏരിയ. ഈ ഒരു പോയിന്റിൻ്റെ താഴേക്കുള്ള ഈ ഒരു ഏരിയ, ഡോട്ടായിട്ട് കാണുന്ന ഈ ഒരു ഏരിയക്ക് പറയുന്ന പേരാണ് ഫീസിബിൾ റീജിയൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഫീസിബിൾ റീജിയൻ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ബാക്കി ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ ഫീസിബിൾ റീജിയൻ ആയിട്ട് കിട്ടിയിട്ടുള്ളത് ABCD, അതായത് ഈ 2 ലൈനും മുട്ടുന്ന എല്ലാ മൂലകളെയും നമ്മൾ പോയിന്റ്സ് ആക്കി മാറ്റുക. നമ്മുടെ ഒറിജിൻ പോയിന്റും ABCD ആണ്. നമുക്കിപ്പോൾ ഈ ഒരു ഷേപ്പിൽ ABCD ആണ് കിട്ടുന്നത് നമ്മുടെ ഫീസിബിൾ റീജിയൻ ആയിട്ട്. എന്നിട്ട് നമ്മൾ 3 കോളംസ് പ്രൊവൈഡ് ചെയ്യണം. പോയിന്റ്, കോർഡിനേറ്റ്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ഈ രീതിയിൽ നമ്മൾ കോളംസ് വരയ്ക്കണം. നമുക്ക് ABCD 4 പോയിൻ്റാണ് കിട്ടിയിട്ടുള്ളത്. 4ൻ്റെയും എക്സ് വാല്യൂ വൈ വാല്യൂ ആണ് നമുക്ക് കോർഡിനേറ്റ്സ് ആയിട്ട് എഴുതേണ്ടത്. നമുക്ക് നോക്കാം. എ എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ എക്സ് ആക്സിസിലും 0 ആണ്, വൈ ആക്സിസിലും 0 ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് ഒറിജിൻ പോയിന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ 0 0 എന്നാണ് അതിൻ്റെ എന്ത് വരിക? കോർഡിനേറ്റ്സ് ആയിട്ട് വരിക. അതിൽ ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. ഈസിയാണ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ബി ആണ് പോയിന്റ്. ബിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? വൈ ആക്സിസിൽ 10 ആണ് വാല്യൂ, എക്സ് ആക്സിസിൽ 0 ആണ്. സോ ബീൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 0,10 ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സി, അടുത്ത നമുക്ക് എന്ത് വയ്ക്കാം? സി പോയിന്റ് നോക്കാം. സി പോയിന്റ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ? ഇങ്ങോട്ടേക്ക് നോക്കുമ്പോഴും 5 ആണോ, 5ൻ്റെയും 10ൻ്റെയും ഉള്ളിലൊരു വാല്യൂ ആണ്. അത് നമുക്ക് എക്സാക്റ്റ് തന്നെ കിട്ടണം. ഇനി താഴേക്ക് നോക്കുമ്പോൾ 5ൻ്റെയും 10ൻ്റെയും ഉള്ളിലുള്ളൊരു വാല്യൂ ആണ്. അത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചതാണ്. അത് ഞാൻ എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡി പോയിന്റും കൂടെ പറഞ്ഞിട്ട് നമുക്ക് സി എന്നുള്ള പോയിന്റ് ചെയ്യാം. ഡി പോയിന്റ് നോക്കൂ. ഡി പോയിന്റ് ഏതാ വരുന്നത്? ഇതാണ് പോയിന്റ് വരുന്നത്. അതായത് എക്സ് ആക്സിസിൽ 10ഉം വൈ ആക്സിസിൽ 0ഉം. ഈ രീതിയിൽ നമ്മൾ ABD കണ്ടുപിടിച്ചു. ഇനി സി എങ്ങനെയാണ് ഈ വാല്യൂ കിട്ടിയെന്നാണ് നമ്മൾ പറയുന്നത്. സീൻ്റെ വാല്യൂ നമുക്ക് അറിയില്ല. അതായത് എക്സാക്റ്റ് വാല്യൂ നമുക്കറിയില്ല. കാരണം എന്താ? അവിടെ ഒരു സെൻറ്റർ ഓഫ് ഇൻ്റർസെക്ഷൻ ഉണ്ട്. അതായത് ഒരു പോയിന്റ് 2 ഭാഗത്തേക്ക് നോക്കുമ്പോഴും 5ൻ്റെയും 10ൻ്റെയും ഉള്ളിൽ വരുന്നൊരു വാല്യൂ ആണെന്ന് അറിയാം. പക്ഷേ എക്സാക്റ്റ് പോയിന്റ് അറിയില്ല. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 2 ഇക്വേഷൻസ് ഉണ്ടല്ലോ. കാരണം 2 ലൈൻസ് അല്ലേ അവിടെ കൂട്ടിമുട്ടുന്നത്. ആ 2 ലൈൻസിനും എന്തുണ്ട്? 2 ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസിനെ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന 2 വാല്യൂസ് ഉണ്ടാവും. എക്സിനൊരു വാല്യൂ, x2-നൊരു വാല്യൂ, x1-നൊരു വാല്യൂയും x2-നൊരു വാല്യൂയും കിട്ടുക 2 ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്താൽ. അതായിരിക്കും അതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. സി കോർഡിനേറ്റ് എന്ന് പറയുന്നത് 2 ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണല്ലോ. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നോക്കൂ, ആ 2 ഇക്വേഷൻസിന് നമ്മൾ എടുത്തെഴുതും. ഞാനിത് വേറെ തന്നെ ചെയ്തിട്ട് പറയാം. ഓൾറെഡി ചെയ്തു വെച്ചത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ വേറെ തന്നെ ചെയ്തിട്ട് പറയാം. ഓക്കെ, നമുക്കിപ്പോൾ 2 പോയിൻറ്റ്സ് ആണ് അവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന 2 ഇക്വേഷൻസ് ആണുള്ളത്. x1 + 2x2 is equal to 20 എന്ന ഇക്വേഷനും 2x1 + x2 is equal to 20 എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഇക്വേഷനും. ഈ 2 ഇക്വേഷൻസും ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്? നമ്മുടെ സി എന്ന് പറയുന്ന പോയിൻ്റ് അവിടെ എന്ത് ചെയ്യുന്നത്? ഫോർമുലേറ്റ് ആവുന്നത്. സോ നമുക്ക് അവിടുത്തെ കോർഡിനേറ്റ്സ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനെ സോൾവ് ചെയ്താൽ മതി. ഈ ഇക്വേഷനെ സോൾവ് ചെയ്തിട്ടാണ് നമുക്കത് കിട്ടുക. ഒരു ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളത് നമ്മൾ വളരെ ബേസിക് ആയിട്ട് നമ്മൾ 10th ക്ലാസ് തൊട്ട് പഠിക്കുന്ന കാര്യമാണ്. എന്തായാലും ഞാൻ ഒന്നും കൂടെ അത് റിപ്പീറ്റ് ചെയ്തിട്ട് പറയാം. നമുക്കറിയാം, ഒരു ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 2 ഫാക്ടറിനെ സെയിം ആക്കണം. എന്നിട്ട് അതിനെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. നോക്കൂ, ഇവിടെ 2x1 + x2 is equal to 20. ഇതിൽ ഏതിനെങ്കിലും ഒന്നിനെ
എന്ത് ചെയ്താൽ മതി, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഒരു ഫാക്ടർ കട്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒന്നാമത്തെ ഇക്വേഷൻ ഇല്ലേ, ആ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ ഇൻറ്റു 2 ചെയ്യുക. അപ്പോൾ ഈ ഒന്നാമത്തെ ഇക്വേഷൻ എങ്ങനെ മാറും നോക്കൂ. ഈ ഇക്വേഷനെ നമ്മൾ മാറ്റാൻ പോവുകയാണ്. എങ്ങനെ മാറും നോക്കൂ. 2 ഇൻറ്റു x1 എന്ന് പറയുമ്പോൾ 2x1 പ്ലസ് 2 ഇൻറ്റു 2x2 പറയുമ്പോൾ 4x2 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 20 40 ആവും. ഇതാണ് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനെ മാറ്റി തന്നെ നമ്മൾ 3 നമ്പറും കൊടുക്കുക. ഓക്കെ അല്ലേ? എന്നിട്ട് നമ്മൾ ഈ രണ്ടാമത്തെ മൂന്നാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി, ലെസ് ചെയ്താൽ മതി. 3 മൈനസ് 2 ചെയ്താൽ മതി. അപ്പം നമുക്ക് ഈ ഇക്വേഷനെ കട്ട് ചെയ്ത് ഒരു വാല്യൂ കിട്ടും. അപ്പം ലെസ് ചെയ്യുമ്പോൾ എന്ത് പോവും, 2x1ഉം പോവും. കാരണം എന്താ, 2x1 മൈനസ് 2x1 ഈസ് ഈക്വൽ ടു 0 വരും. അങ്ങനെയാണെങ്കിൽ 4x2 x2 പോയാൽ നമുക്ക് എന്ത് കിട്ടും, 3x2 കിട്ടും. 40 20 മൈനസ് ചെയ്താൽ 20 കിട്ടും. സോ x2ൻ്റെ വാല്യൂ എന്ത് കിട്ടും, 20/3 കിട്ടും. 20/3 എന്ന് പറയുന്നത് 6.67 ആണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പോയിന്റ് കണ്ടുപിടിക്കുന്നത്. x2ൻ്റെ വാല്യൂ കിട്ടി. x2ൻ്റെ വാല്യൂ കിട്ടിയാൽ നമുക്ക് എളുപ്പമല്ലേ. x1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്ത് ഈ വാല്യൂ അവിടെ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ബേസിക് പണ്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. x1 പ്ലസ് 2x2 ഈസ് ഈക്വൽ ടു 20 എന്നുള്ളതിൽ നമ്മൾ എന്ത് കൊടുക്കും, വാല്യൂ കൊടുക്കും. 2 ഇൻറ്റു x2ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. 6.67 ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടും. x1 പ്ലസ് 2 ഇൻറ്റു 6.67 എന്ന് പറയുമ്പോൾ 13.34 വരും. ഈസ് ഈക്വൽ ടു 20 വരും. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. x1 ഈസ് ഈക്വൽ ടു ഈ 20ൻ്റെ അടുത്തേക്ക് 13.34 അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. 20 മൈനസ് 30.34 വരും. സോ x1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 6.66 ആണ്. അപ്പോൾ നമുക്ക് എന്തറിയാം, 2 കോർഡിനേറ്റ്സ് അറിയാം. ഈ 2 കോർഡിനേറ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ടേബിളിൽ നമ്മൾ എവിടെ കൊടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സീൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കും, ഈ 2 കോർഡിനേറ്റ്സ് കൊടുക്കും. 6.66 6.67 ഈ 2 വാല്യൂസ് നമ്മൾ കൊടുക്കും. ഓക്കെ, ഇങ്ങനെയാണ് രണ്ടാമത്തെ കോളം നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഒന്നാമത്തെ കോളം നമുക്കറിയാം, നമുക്ക് കിട്ടിയിട്ടുള്ള പോയിൻറ്റ്സ് ABCD 4 പോയിൻറ്റ്സ് കിട്ടി. രണ്ടാമത്തെ അതിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. 2 സൈഡിലേക്ക് നോക്കിയിട്ട് നമ്മൾ എഴുതുകയാണ്. സീൻ്റെത് മാത്രമേ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മൾ ആ സി ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് 2 ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ്. ആ 2 ഇക്വേഷൻസിനെ സോൾവ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ കോർഡിനേറ്റ്സും കണ്ടുപിടിച്ചു. ഇനി നമ്മൾക്ക് ഈ ഒരു കോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കോളത്തിൽ നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ് നമ്മൾ നോക്കേണ്ടത്. നമുക്കറിയാം നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മാക്സിമൈസ് സെറ്റ് ഇസ് ഈക്വൽ ടു x1 പ്ലസ് 3x2. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ് നമ്മൾ ആ കോളത്തിൽ എഴുതേണ്ടത്. x1 പ്ലസ് 3x2 ഈ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നമ്മൾ ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ സെറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഒന്നാമത്തെ കോർഡിനേറ്റ് ഏതാ, എ ആണ്. എൻ്റെ വാല്യൂ എന്താ, 0.0 അല്ലേ. അത് നമ്മൾ എവിടെ ഇട്ട് കൊടുക്കുക, നമ്മുടെ സെറ്റ് ഈസ് ഈക്വൽ ടു എന്നുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കുക. 0 പ്ലസ് 3 ഇൻറ്റു 0 വരും. കാരണം എന്താ, x2 0 ആണ്. ഇതിൽ x1 x2 0 ആണ്. സോ ടോട്ടലി 0 വരും. അതാണ് നമ്മൾ ഒന്നാമത് ചെയ്തത്. സെറ്റിൻ്റെ വാല്യൂ 2 പോയിൻറ്റ്സും 0 ആണ്. 0യും കൊടുത്ത് 0 ആയിപ്പോയി. ഇനി രണ്ടാമത്തത് 0 10 വരുമ്പോൾ എന്താ, x1ന് 0യും കൊടുക്കുക, x2ന് 10ഉം കൊടുക്കുക. അപ്പോൾ നമുക്ക് 30 കിട്ടും ആൻസർ. ഇനി സി വരുമ്പോൾ എന്താ, x1ന് 6.66ഉം മറ്റേന് 6.67ഉം കൊടുക്കുമ്പോൾ നമുക്ക് 26.67 കിട്ടും. പിന്നെ ലാസ്റ്റ് പോയിന്റ് ഡീൻ്റെ വാല്യൂ നമുക്കറിയാം 10ഉം 0യും ആണ്. x1ന് 10ഉം കൊടുക്കുക, x2ന് 0യും കൊടുക്കുക. അപ്പോൾ നമുക്ക് ആൻസർ 10 കിട്ടും. ഈ രീതിയിലേക്ക് ഈ ഒരു ബോക്സും കൂടെ ബിൽഡ് ചെയ്താൽ മാത്രമേ ഏത് മെത്തേഡ് കഴിയുന്നുള്ളൂ, ഗ്രാഫിക്കൽ മെത്തേഡ് കഴിയുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം ഈ ഒരു എക്സ് നമ്മുടെ മാക്സിമം വാല്യൂ ആണല്ലോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. x1 പ്ലസ് 3x2 എന്ന് പറഞ്ഞിട്ടുള്ള ഈ മാക്സിമൈസ് സെറ്റിൻ്റെ മാക്സിമം വാല്യൂ ഏത് പോയിന്റിലാണ് വരുന്നത്, 30യിലാണ്. ഈ ടേബിൾ നോക്കിയാൽ തന്നെ കാണാം 30നെക്കാട്ടും കുറവാണ് 26.67ഉം 10ഉം ഒക്കെ. സോ 30 ആണ് മാക്സിമം. അതായത് ബി എന്നുള്ള പോയിന്റിലാണ് എന്ത് മാക്സിമം വരുന്നത്. സോ ദ വാല്യൂ ഓഫ് x1 പ്ലസ് 3x2 ഈസ് 30 which is at the point B. The solution is x1 is equal to 2, x2 is equal to 10. ഇതാണ് നമ്മൾ എന്ത് മാക്സിമം പോയിൻറ്റിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് ഗ്രാഫിക്കൽ മെത്തേഡിൽ വരുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. സോ ഇതാരും സ്കിപ്പ് ചെയ്യരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ടും ചോദിക്കും, എസ്സേക്ക് ചോദിക്കും എന്നുള്ളത് ഷുവറാണ്. ഇല്ലെങ്കിൽ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ ഉണ്ടായിട്ടില്ല. സോ നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കുക, പഠിക്കാതെ പോവരുത്. ഒരിക്കലും വീഡിയോ കണ്ട് മാത്രം മനസ്സിലാക്കുക എന്നുള്ളതല്ല, നിങ്ങളിത് വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഡൗട്ട് വരും. ഇതിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിലുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ആണോ വേണ്ടത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.
ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. പിന്നെ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇതിൻ്റെ തന്നെ സിംപ്ലക്സ് ടേബിളും ട്രാൻസ്പോർട്ടേഷനും അസൈൻമെൻറ്റും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്യും. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഏരിയയിലാണ് ഇനി ക്ലാസ് വേണ്ടത്, എന്തൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമ്മുടെ ക്ലാസ്സിന് വരുത്തേണ്ടത്, ഇതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.